ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങാം. രാവിലെ നമ്മൾ കരുതി ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന്. ഈ മസാല ദോശ ഉണ്ടാക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത് ഇതിൻ്റെ തലേ ദിവസത്തെ എൻ്റെ ലൈവിൽ കൂടെ കേട്ടോ. എന്താണ് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചേട്ടൻ ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിൽ വന്നില്ല. അപ്പം ഞാൻ എൻ്റെ ലൈവിൽ വന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ചോദിച്ചപ്പം എല്ലാവർക്കും ദോശ, അതിലൊരാൾ മസാല ദോശ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചേട്ടന് മസാല ദോശ കഴിക്കാൻ ഒരാഗ്രഹം, പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മളും കരുതി മസാല ദോശ ഉണ്ടാക്കാമെന്ന്. ഇത് നമ്മുടെ ഈ പാനിൻ്റെ ഉദ്ഘാടനം കൂടിയാട്ടോ. ഈ പാൻ നമുക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയത്, പക്ഷെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി ഇതിൽ തന്നെ ആവാം ഇന്നത്തെ മസാല ദോശയെന്ന്. പെട്ടെന്ന് തീരുമാനിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് മാവൊന്നും അരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ പുറത്തുനിന്നൊരു മാവ് വാങ്ങിച്ചു. മസാല ദോശയുടെ മസാല ഓൾറെഡി അമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഫസ്റ്റ് ദോശ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മസാല കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവണമായിരുന്നു, പക്ഷെ കുറച്ചൊന്ന് കട്ടിക്കാണ്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ മസാല ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു. അതും അമ്മ ഉണ്ടാക്കി വെച്ച മസാല ജസ്റ്റ് ദോശ ആക്കിയതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. അങ്ങനെ നമ്മൾ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എപ്പോഴും മസാല ദോശയുടെ കൂട്ടത്തിൽ സാമ്പാറും ചമ്മന്തിയും മീൻ ചട്നിയും ടൊമാറ്റോ ചട്നിയും ഒക്കെ വേണം കേട്ടോ. ഇവിടെ ആക്ച്വലി സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ട്, ചമ്മന്തി ഓൾറെഡി അമ്മ ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ പൊതുവേ മസാല ദോശയുടെ വലിയ താല്പര്യമില്ല. പിന്നെ ചേട്ടൻ ആഗ്രഹം പറഞ്ഞല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. ഞാൻ പ്ലെയിൻ ദോശ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഗീ റോസ്റ്റാണ് ഇഷ്ടം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ വേണ്ടേ, അതാണ് നമ്മൾ മസാല ദോശ ആക്കിയത് കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്ഥിരം ഒരേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഒന്ന് ദോശ, ഒന്ന് ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം, പുട്ടാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഓരോ ആഴ്ചയിലും ഇതൊക്കെ തന്നെയാണ് കയറി മാറി വരുന്നത്. വെറൈറ്റി ആയിട്ടൊന്നും ഞങ്ങൾ പരീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളത് വേണമല്ലോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരാൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്, മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ടാണ് മസാല ദോശ ആക്കിയത്. ഞാൻ കരുതി കഴിക്കാറാകുമ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരുടെയും പ്ലേറ്റ് നിരത്തി വെച്ച് ഞാൻ കഴിക്കാറായപ്പോഴാണ് ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുത്തത്. മസാല ദോശ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്ന ഫുഡെല്ലാം നിങ്ങൾക്ക് കാണിച്ച് തന്നൂടാന്ന് ചിന്തിച്ചത്. അങ്ങനെയാണ് നമ്മുടെ ഈ വ്ളോഗ് ഉത്ഭവിക്കുന്നത് കേട്ടോ ഗൈസ്. ഞങ്ങളെപ്പോഴും ഒരു 9:30-10 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. രാവിലെ ഒരു ചായ കുടിക്കാറുണ്ട് കേട്ടോ. ചായ അമ്മയാണ് ഉണ്ടാക്കാറ്. ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത് അമ്മ എന്ന് പറയുന്ന കമ്പനിയുടെ മാവാട്ടോ. അല്ലെങ്കിൽ ഇപ്പം AVSൻ്റെ ദോശമാവുണ്ട്, അതും അത്യാവശ്യം നല്ല മാവാണ്. ഈ 2 മാവാണ് ഞങ്ങൾ ഇപ്പോൾ വാങ്ങിക്കാറ്. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ വീട്ടിൽ തന്നെ അരി ഉഴുന്നും അരയ്ക്കാറാണ് പതിവ്. പക്ഷെ പെട്ടെന്നിട്ട് മസാല ദോശ പ്ലാൻ ആയതുകൊണ്ടാണ് നമുക്ക് അത് പറ്റാഞ്ഞത്. ഇപ്പോൾ എന്തായാലും കർക്കിടക മാസം ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രാവിലെ കുളിയൊക്കെ കഴിയും. പിന്നെ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാറുള്ളൂ. നമ്മൾ മീറ്റും എഗ്ഗും ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്കൊരു വെജ് ഫ്രൈഡ് റൈസ് ഒക്കെ ആക്കാം, എന്നാലല്ലേ കളർഫുൾ ആകുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും മസാല ദോശയും ഫ്രൈഡ് റൈസും ഒന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി ഇന്ന് വെറൈറ്റി അല്ലേ, അപ്പം എന്തായാലും നിങ്ങളെയും കൂടി കാണിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ 3 പേർക്കുള്ള ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടന് മാത്രം 3 മസാല ദോശ, എനിക്കും അമ്മയ്ക്കും 2 മസാല ദോശ വീതമാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കഴിച്ചത്. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ തക്കാളി ചട്നിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എല്ലാം കൂടെ രാവിലെ സമയം കിട്ടിയില്ല. അതാണ് കുറച്ച് എണ്ണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ചേട്ടൻ ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ സ്ഥിരം ഇങ്ങനെ പുതിന ചട്നി കിട്ടാറുണ്ട്. അതൊക്കെ വേണമെന്ന് പറഞ്ഞു, പക്ഷേ പെട്ടെന്ന് കിട്ടിയത് ഇതൊക്കെ ആയതുകൊണ്ട് ഇത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് TV മസ്റ്റാട്ടോ 3 പേർക്കും. അങ്ങനെ ഞങ്ങൾ TV ഒരു സിനിമയൊക്കെ ഇട്ട് കണ്ട് നമ്മുടെ മസാല ദോശ നന്നായിട്ട് കഴിച്ചു.
പിന്നെന്താണ്, ഞാൻ പറഞ്ഞ പോലെ മസാല കുറച്ചൊന്ന് ലൂസ് ആവാമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ കുറച്ചും കൂടി ബെറ്റർ ആക്കാം. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഫ്രൈഡ് റൈസ് അല്ലേ, വേഗം ഉണ്ടാക്കാം, വെജിറ്റബിൾ ആണല്ലോ. സാധാരണ ഞങ്ങൾ ചിക്കൻ കറിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മൾ കർക്കിടക മാസം ആയതുകൊണ്ട് ചിക്കൻ മീറ്റൊന്നും കഴിക്കാത്തതുകൊണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ അരി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഈ വെജിറ്റബിൾ റൈസ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ചേട്ടന് ചപ്പാത്തിയും കറിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ മുറിക്കുകയും ചെയ്തു. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് നല്ല മൂർച്ചയുള്ള പിച്ചാത്തി തിരക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോൾ ഉപയോഗിച്ചാലോ അപ്പോഴൊക്കെ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. എൻ്റെ തക്കാളിക്കറിയുടെ റെസിപ്പി വേണം, വളരെ സിമ്പിളാണ്. കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, സവാള, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേഗം വഴറ്റാൻ പറ്റുമെന്ന് ഇവിടെ ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ശരി കേട്ടോ, പെട്ടെന്ന് വഴറ്റാൻ പറ്റും. പിന്നെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു പച്ചമുളക് അതിൻ്റെ ഇടയ്ക്ക് ഇടണം കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി ഇടുക, അതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വെക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച് ഗരം മസാലയും ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുക. ചേട്ടന് ഇവിടെ എല്ലാത്തിനും കളർ വേണം. പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടി കുറച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ചൊരു വെള്ളം ഞാൻ ഒഴിക്കാറുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ തക്കാളിക്കറി റെഡി ആയിരിക്കും. ഓൾറെഡി ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗ്യാസിൽ സ്റ്റൗ രണ്ട് രീതിയിലാണ് കത്തുന്നത്. ഒരെണ്ണം ഭയങ്കര ലോ ആയിട്ടാണ് കത്തുന്നത്. അതുകൊണ്ട് തക്കാളിക്കറി റെഡി ആയ സ്ഥിതിക്ക് നമ്മളൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമോ, ഞാൻ തക്കാളിക്കറിയും പറയുന്നുണ്ട്, തക്കാളിക്കറി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിലേക്ക് വരാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ബേ ലീവ്സ്, ഈ കറുകപ്പട്ട, അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം കൂടി ഇടുക. അതുപോലെ ഒരു ഹാഫ് നാരങ്ങയുടെ നീരൊഴിക്കുക. ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതും ഇട്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. അതിനുശേഷം നമ്മുടെ അരി ഇതിനകത്തോട്ട് ഇടണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ അരി നന്നായിട്ട് വേവട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ ബാക്കി പണിയൊക്കെ ചെയ്യാം കേട്ടോ. അമ്മയുടെ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. കഴുകിയ പാത്രങ്ങൾ ഉണങ്ങിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഈ ബേസിൻ ഫുള്ളായിട്ടിരിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല. അപ്പോൾ അരി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓണിയൻ, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഉള്ളിയാണ് എടുത്തത്. ഉള്ളി ഈ ഒരു പരുവം വരെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. നമുക്കുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ഇത്ര ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാരറ്റ് ഉണ്ടായിരുന്നു, ബീൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാറുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ കൈമ റൈസിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ബസുമതി റൈസാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ അരി ഊറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അടുക്കളയിലെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരി വെന്തതിന് ശേഷം, ഈ അരി നമുക്കൊരു 85 to 90% വെന്താൽ മതി. ഒത്തിരി വെന്താൽ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് തണുത്തോളം കൂടി ഒഴിക്കാറുണ്ട്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പീഡിൽ പറയുന്നത് കൊണ്ട് കുറച്ചൊക്കെ മിസ്റ്റേക്സ് വരാം കേട്ടോ, സോറി, ക്ഷമിക്കണം ഗൈസ്. പിന്നെ ഞാൻ നമ്മുടെ ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് കലക്കി. സാധാരണ ചേട്ടന് നാരങ്ങ വെള്ളം കേട്ടോ കൊടുക്കാറ്. നാരങ്ങയിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ട്, പക്ഷേ ഇന്ന് ഇഞ്ചിയില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ടാങ്ക് ആക്കി. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഓൾറെഡി ഞാൻ സാലഡിന് വേണ്ടിയിട്ടെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് തൈര് ഞാൻ ലാസ്റ്റാണ് കഴിക്കാറാകുമ്പോഴാണ് ഒഴിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് പപ്പടം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ നാരങ്ങ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ അച്ചാറുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പെട്ടെന്ന് നിങ്ങൾക്ക് അധികം കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ വയ്യെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, ആക്ച്വലി ഞാൻ കൊടുത്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ റൈസിൻ്റെ കൂടെ നാരങ്ങ അച്ചാറാണ് ഇഷ്ടം. പിന്നെ പപ്പടം മസ്റ്റായിട്ട് വേണമെന്ന് താനും. പക്ഷേ ഇന്ന് ഓൾറെഡി നമ്മൾ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ കരുതി ഇനിയിപ്പോൾ പോകേണ്ട, 2 മണിയൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് റൈസും അതുപോലെ തന്നെ സാലഡും പിന്നെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം മാങ്ങ അച്ചാറും കൂടി കൂട്ടി കഴിച്ചു. കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ആഡ് ചെയ്യാം. എനിക്ക് വലിയ താല്പര്യമില്ല ഈ റൈസിൽ കാഷ്യൂനട്ടൊക്കെ കഴിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ.
പിന്നെ ദാ നമ്മൾ രാത്രിയിൽ എന്താ ഉണ്ടാക്കിയത്? രാത്രി നമ്മൾ കുട്ടി ദോശയാണ് ഉണ്ടാക്കിയത്. തട്ടിൽ പുട്ടിൽ ദോശ എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ കുട്ടി ദോശ കേട്ടോ. ചേട്ടന് ഈ വലിയ ദോശ ഇഷ്ടമല്ല, കുട്ടി ദോശയാണ് ഇഷ്ടം. അപ്പോൾ രാത്രി നമ്മൾ കഴിച്ചത് ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയ ഫുഡ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.